ഈ ഒരു കിച്ചൻ്റെ ഡീറ്റെയിലാണ് എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ചെറിയ ബജറ്റിൽ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ കാണുന്ന കിച്ചൺ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബജറ്റുമാണ്. ഇതിൽ നമ്മളെ അലൂമിനിയത്തിൻ്റെ ഫ്രെയിംസും ഡോർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൾട്ടിവുഡ് എന്നൊക്കെ പറഞ്ഞാൽ PVC ഫോം ബോർഡിൻ്റെ ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ടും വന്നേക്കുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു ബജറ്റ് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേസ് യൂണിറ്റ് വരുന്നുണ്ട്, അതേപോലെ വാൾ യൂണിറ്റ് വരുന്നുണ്ട്, L ഷേപ്പിൽ അത്യാവശ്യം വലിയ സൈസ് വരുന്നുണ്ട്, അതേപോലെ വലിയൊരു ലോഫ്റ്റ് ഏരിയയും വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടിയെടുത്ത എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഒരു വിധപ്പെട്ട ആക്സറീസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇതെല്ലാം കൂടി ചെയ്തിട്ട് നമുക്കൊരു 1,30,40,000 1,30,140 ഒരു പ്രൈസ് റേഞ്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ബജറ്റിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതേപോലെയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ഔട്ട്പുട്ടും കിട്ടും, നല്ലൊരു കിച്ചണായി ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കിച്ചണിൽ എന്ന് വെച്ചാൽ കസ്റ്റമർ നമ്മൾ വന്ന സമയത്ത് ഒരു പ്ലെയിൻ റൂമായിരുന്നത്. അപ്പോൾ അവരെ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് പ്രകാരം നമ്മളൊരു ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് വുഡൻ ഹോബ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവരുടെ ഡിസൈൻ പ്രകാരം നമ്മൾ ചെയ്ത് നല്ലൊരു ബജറ്റിൽ ചെയ്ത് കൊടുത്തൊരു കിച്ചണാണിത്.